പക്ഷേ ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. ഇന്ന് പോപ്പുലർ ഫാമിൽ പോയതാണ്. പോപ്പുലർ ഫാം ജസ്റ്റ് എന്തൊരു സംഭവം എന്നൊക്കെ കുറേ പേര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് പോയി നോക്കാം ചോദിച്ചു. അപ്പം ഇനി ഫാമിലെത്തിയിട്ട് കാണാം. ഓക്കെ. നമ്മൾ പോപ്പുലർ ഫാം ഹൗസിലെത്തി. നമ്മൾ എത്തിയപ്പോൾ ആദ്യം കണ്ടത് ഈ റെഡ് പാരറ്റിനെയാണ്. ഇത് സ്കാർലറ്റ് മക്കാവ് എന്ന് പറഞ്ഞ പാരറ്റാണ്. ഇതിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ സീഡ്സ് ആണ്. ഇതിൻ്റെ ഈ ചുണ്ട് ശ്രദ്ധിച്ചു നോക്കുക. ഇതിൻ്റെ ചുണ്ട് ഭയങ്കര സ്ട്രോങ് ആണ്. ഇത് കട്ടിയുള്ള നെറ്റ്സ് വരെ കടിച്ച് പൊട്ടിക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ബീക്സ് ആണ് ഇതിനുള്ളത്. ആൻഡ് ദിസ് ഈസ് മെക്സിക്കൻ ഗ്രീൻ ഇഗ്വാന. ഞാനിവിടെ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളിൽ ഒരു സാധനമായിരുന്നു. എനിക്ക് വാങ്ങി എന്തെങ്കിലും ഒരിക്കലും വളർത്തണമെന്ന് ആഗ്രഹം തോന്നിയ ഒരു സാധനം. ഇത് അത്യാവശ്യം കാമാണ് കേസ്. പിന്നെ ഇതിന് ഫുഡ് വെജിറ്റേറിയൻ ആണ്. ഇതിന് ഫ്രൂട്ട്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിന് ഫുഡായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിന് സ്നേഹിനെ പോലെ സ്കിന്ന് ഷർട്ടാവും. ഇതിന് ഭീകര രൂപം മാത്രമേ ഉള്ളൂ. ആൾ പാവമാണ്. ഈ ക്യൂട്ട് ചിരിയുള്ള സാധനമാണ് റൈനോസറസ് ഇഗ്വാന അഥവാ റൈനോ ഇഗ്വാന. ഇതിന് റൈനോ ഇഗ്വാന എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും ഇതിന് റൈനോയായിട്ടും വേറെ ബന്ധമൊന്നുമില്ല. ഇതിൻ്റെ മൂക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബോഡി പ്ലേറ്റ്സ് ഉണ്ട്. അത് ഹോൺസ് പോലെ കുറച്ച് പ്രൊജക്ഷൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ആ പ്രൊജക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് ഇതിന് റൈനോ ഇഗ്വാന എന്ന് പറയുന്നത്. ഇത് കുറച്ച് റയറായിട്ടുള്ള സാധനമാണ്. പിന്നെ ഇത് വെജും കഴിക്കും, നോൺ വെജും കഴിക്കും. കൂടുതലും ഇത് നോൺ വെജാണ് കഴിക്കുന്നത്, മീറ്റാണ്. ഈ കിളിപോയതുപോലെ ഇരിക്കുന്ന സാധനമാണ് മേറിക്കാറ്റ്. ഇതൊരു അടിപൊളി ജീവിയാണ്. ഇത് കീരിയുടെ കുടുംബത്തിൽ, നമ്മളെവിടെയൊക്കെ കണ്ടുവരുന്ന കീരിയുടെ കുടുംബത്തിൽ പെടുന്ന ഒരു സംഭവമാണ്. ഇത് ആഫ്രിക്കയിലാണ് ഇത് കണ്ടുവരുന്നത്. ഇതിൻ്റെ ഒരു കണ്ണിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഇതിന് മൂന്നാമതൊരു കൺപോള കൂടെ ഉണ്ട്. ഇത് കുഴി തോണ്ടുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ കണ്ണിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് മൂന്നാമത്തെ കൺപോള. ഇത് അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ളൊരു ജീവിയാണ്. പിന്നെ ഇതിൻ്റെ ഫുഡ് വരുന്നത് കാറ്റ് ഫുഡും ചിക്കനുമാണ്. പിന്നെ ആൾ നൈസാണ്. ഇത് നിങ്ങൾ നേരിട്ട് കണ്ടിരിക്കേണ്ട ഒരു അനിമൽ തന്നെയാണ്. പിന്നെ ഇവിടെ 2 വില്ലന്മാരുണ്ട്, ബഗീരയും റോളക്സും. ഇതാണ് ബഗീര, ഷോർട്ടായിട്ട് ബഗ്ഗി എന്ന് വിളിക്കും. ഇവൻ കാണുമ്പോൾ ഒരു ഭീകരനാണെങ്കിലും ആൾ പാവമാണ്. അല്ല ഒറ്റ നക്കിന് വിഴുങ്ങുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവൻ കംപ്ലീറ്റ്ലി ടേംഡ് ആയിട്ടുള്ള ഡോഗാണ്, ട്രെയിൻഡാണ്. സോ നമുക്ക് സേഫായിട്ട് ഇവനെ ഹാൻഡിൽ ചെയ്യാം അവിടെ. പിന്നെ ഇവൻ കാനോക്രോസോ വിഭാഗത്തിൽപ്പെടുന്ന ഡോഗാണ്. പിന്നെ ഇവനാണ് റോളക്സ്. ഇവനൊരു ഗ്രേറ്റ് ഡെയിൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഡോഗാണ്. നമുക്ക് കാണുമ്പോൾ ഇവൻ്റെ വലിപ്പം വെച്ചിട്ട് ഇവനൊരു ഭീകരനായിട്ട് തോന്നുമെങ്കിലും ആൾ പാവമാണ് ഗൈസ്. നമുക്ക് ഇവിടെ തൊടാനൊക്കെ പറ്റും. പിന്നെ ഇവന്മാരെ തൊട്ടതിൻ്റെ പേരിൽ ലക്കി എന്നെ 2 ദിവസം മൈൻഡ് ചെയ്തില്ല ഗൈസ്. ഈ കാണുന്ന ജീവിയുടെ പേരാണ് ഫെററ്റ്. ഇത് ഒരു അടിപൊളി ജീവിയാണ്, നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന അങ്ങനെ ഒരു ജീവിയാണ്. ഇതിൻ്റെ ഫുഡ് വരുമ്പോഴത്തേക്ക് കാറ്റ് ഫുഡും ചിക്കനും ഒക്കെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ 21 മണിക്കൂർ ഉറങ്ങുകയും 3 മണിക്കൂർ മാത്രം വന്നിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിയാണ്. ഉറങ്ങാനാണ് ആളിന് ഇഷ്ടം. നമുക്കൊരു ഭാഗ്യം ഉണ്ടായതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കാണുമ്പം ഇത് ഉണർന്ന് ഭയങ്കര ആക്റ്റീവായിരുന്നു. കുറേ നേരം കഴിഞ്ഞ് തന്നെ നോക്കുമ്പോഴത്തേക്ക് ഇത് ഉറങ്ങുന്നതും കാണും. പിന്നീട് ഞങ്ങൾ കണ്ടത് പാത്തുവിനെയാണ്. പാത്തു ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ആഫ്രിക്കൻ ഗ്രേ പാരറ്റാണ്. അപ്പം പാത്തുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ ഭയങ്കര ആക്റ്റീവാണ്. അതുപോലെ ആൾ സംസാരിക്കും, മറ്റ് ജീവികളുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഫുഡ് വരുമ്പോഴത്തേക്ക് സൺഫ്ലവർ സീഡ്സും അതുപോലെയുള്ള സീഡ്സൊക്കെയാണ് ആൾ കഴിക്കുന്നത്. പിന്നെ ഈ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ മോണോഗ്യാമസ് ആണ്. പിന്നെ ഇവിടെ ഒരു ഒട്ടകമുണ്ട്, ഒരു ക്യൂട്ട് ചിരിയുള്ള ഒട്ടകം. ഈ ഒട്ടകത്തെ കുറിച്ച് പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇതിൻ്റെ മുതുകിൽ ഹമ്പിനുള്ളിൽ വെള്ളമാണെന്നുള്ളത്. യഥാർത്ഥത്തിൽ വെള്ളമല്ല ഗൈസ്, അത് ഫാറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവർക്ക് കുറച്ച് ഡിസേർട്ടിൽ ജീവിക്കാനുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഇവരുടെ ചുണ്ടൊക്കെ ഈ മുള്ളുള്ള ചെടികൾ തിന്നാൻ വേണ്ടി കണക്കാക്കി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഭീമനെ കാണാൻ പോയി. ഇവൻ ആന്ധ്രാപ്രദേശിൽ കണ്ടുവരുന്ന ഊങ്കോള വിഭാഗത്തിൽപ്പെട്ട ഒരു കാളയാണ്. ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 450 കിലോ വരെ ഭാരം വയ്ക്കാവുന്ന ഇവരുടെ ശരീരമാണ്. കാണാൻ ആള് ഭീകരന്മാരാണെങ്കിലും സ്വഭാവം കൊണ്ട് ഇവർ പാവങ്ങളാണ് ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ടത് ഈ താടിക്കാരനെയാണ്. ഇവനൊരു കനേഡിയൻ പിഗ്മി ഗോട്ടാണ്. ഇവനെ മറ്റാടുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇവൻ്റെ ഈ ചെറിയ ശരീരവും നീണ്ട രോമങ്ങളും താടിയും അതുപോലെ പ്രത്യേകതയുള്ള ചെവിയും കൊമ്പും ഒക്കെ തന്നെയാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ജീവിയാണ്. പിന്നെ ഇവിടെ ഒരു ചെമ്മരിയാടുണ്ട്. ഈ ചെമ്മരിയാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാലുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വാലുള്ളൊരു ചെമ്മരിയാടിനെ കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇവിടെ കുറച്ച് കുതിരകളുണ്ട് ഗൈസ്. കുതിരകളുടെ സെക്ഷൻ ഞങ്ങൾക്ക് അത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. സമയക്കുറവ് കാരണം ഞങ്ങൾ കുതിരകളുടെ സെക്ഷൻ സ്കിപ്പ് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ കുതിരകളുണ്ട്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരും. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡിങ്ങും അങ്ങനെ കുറേ പരിപാടി ഉണ്ടാവും. നിങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇവിടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് മക്കാവോ പാരറ്റ്സിൻ്റെ സെക്ഷൻ.
ഇവിടെ നിങ്ങൾക്ക് ടേംഡ് ആയിട്ടുള്ള പാരറ്റ്സുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം. ഇത് ബ്ലൂ ആൻഡ് യെല്ലോ മെക്കാവു ആണ്. ഇവരിവിടെ ഇത്തിരി വികൃതി കുട്ടന്മാരാണ്. ഇവർ ടേംഡ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മളെ പേടിയില്ല. അപ്പം അവർ വളരെ ഫ്രീ ആയിട്ട് നമ്മളുമായിട്ട് ഇടപഴകും. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളത് കടിക്കുന്നതായിട്ട് തോന്നും, പക്ഷേ അത് ആക്ച്വലി കടിക്കുന്നതല്ല. ഇവരുടെ കടി ഭയങ്കര പവർഫുള്ളാണ്. ഇവർ ജസ്റ്റ് അവരുടെ ആ ക്യൂരിയോസിറ്റി കൊണ്ട് ചെക്ക് ചെയ്യുന്നത് മാത്രമാണ്, അല്ലാണ്ട് കടിക്കുന്നതല്ല. സോ ഇവർ ട്രൈ ചെയ്യണമെന്നുള്ളവർ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആദ്യം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് നമ്മൾ പേടിച്ച് ഓരോന്ന് കാണിക്കുന്നതിനകത്ത്. പിന്നെ നിങ്ങളിവിടെ പരിചയപ്പെട്ടിരിക്കേണ്ട ഒരാളുണ്ട്, അതാണ് മിട്ടു. മിട്ടു വൈറ്റ് കൊക്കാറ്റു വിഭാഗത്തിൽപ്പെടുന്ന ഒരു തത്തയാണ്. ആൾ അടിപൊളിയാണ്. അത്ര ടേംഡ് ഒന്നും അല്ലെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഡാൻസൊക്കെ കളിക്കും. ദ അൾട്ടിമേറ്റ് ഫുഡി. ഇവൻ വേറൊരു സ്കാർലെറ്റ് മെക്കാവു ആണ്. ഇവനെ ആരൊക്കെ വന്നാലും പോയാലും അതൊന്നും അവനെ ബാധിക്കുന്ന കാര്യമില്ല. അവന് ഫുഡ് കഴിക്കണം, അവൻ്റെ അരികൾ നോക്കണം, അതങ്ങനെ ഒരു സ്ഥലം. പിന്നീട് ഞങ്ങൾ പോയത് ഇവൻ്റെ അടുത്തേക്കാണ്. ഇവനൊരു സ്ക്വറൽ മങ്കിയാണ്. ഇവൻ ഭയങ്കര ആക്റ്റീവാണ്. ഒരു വികൃതി പിടിച്ച കുട്ടി എങ്ങനെ ഇതിനകത്ത് ഓടി നടക്കൂ അതുപോലെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഇവൻ ഭയങ്കര ക്യൂരിയസുമാണ്. ഇവൻ എന്ത് കണ്ടാലും ആ സാധനം വേണം. അവന് ക്യാമറ വേണം, അവന് മൈക്ക് വേണം, അവന് എല്ലാ സാധനവും വേണം. ഇവനൊരു മർമോസെറ്റ് മങ്കിയാണ്. ഇവന് ഫിംഗർ മങ്കി എന്നൊരു പേര് കൂടെ ഉണ്ട്. പിന്നെ ഇവൻ നമ്മൾ നേരത്തെ കണ്ട സ്ക്വറൽ മങ്കിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തനാണ്. ഇവൻ്റെ ശരീരം കൊണ്ടാണെങ്കിലും അല്ലാണ്ട് ഇവൻ്റെ സ്വഭാവമാണെങ്കിലും എല്ലാം വ്യത്യസ്തമാണ്. ഇവൻ്റെ ഈ കയ്യിലെ നഖങ്ങൾ ഒരു പ്രത്യേകതയാണ്. അതുപോലെ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സൗണ്ടും ബോഡി ലാംഗ്വേജും യൂസ് ചെയ്യുന്നു എന്നതും ഒരു പ്രത്യേകതയാണ്. ഇവൻ റെഡ് ഹാൻഡഡ് ടാമറിൻ എന്ന് പറയുന്ന ഒരു മങ്കിയാണ്. ഇവൻ ഈ പേര് വരാൻ കാരണം ഇവൻ്റെ രൂപം തന്നെയാണ്. ഇവൻ ഭയങ്കര കാമാണ്. മറ്റ് രണ്ടുപേരെ പോലെയല്ല, ഇവൻ വളരെ പാവമായിട്ട് തോന്നി നമുക്ക്. പിന്നെ ഭയങ്കര ക്യൂട്ടുമാണ്. എനിക്ക് ഈ 3 പേരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവനെയാണ്. നിങ്ങൾക്കിതിൽ ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാർട്ടിന് വേണ്ടി കാത്തിരിക്കും. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.